യൂട്യൂബിൻ്റെ ഒരു കൊടും ചതി. നിങ്ങൾ യൂട്യൂബിൽ ഷോർട്സ് വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ യൂട്യൂബിൻ്റെ ഒരു കൊടും ചതി എന്ന് പറയാം. യൂട്യൂബിൻ്റെ ഒരു 8ന്റെ പണി നമുക്ക് വന്നിട്ടുണ്ട്. ഷോർട്സ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് ഇനി മുതൽ യാതൊരു ഹെൽപ്പും ഇല്ല, അല്ലെങ്കിൽ ഒരു വരുമാനം കിട്ടില്ല. ഷോർട്സ് ചെയ്യുന്നത് വേസ്റ്റ് എന്ന് പറയാവുന്ന രീതിയിലാണ്. എല്ലാവരും വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് കൂടുതൽ ചെയ്യുന്നതാണ് ഷോർട്സ്. എന്നാൽ യൂട്യൂബിൻ്റെ ഏറ്റവും മോശം അപ്ഡേറ്റ് 8000 വാച്ച് ടൈം അല്ല എന്ന് ഞാൻ പറയും. ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു അപ്ഡേറ്റ്, ഷോർട്സുമായിട്ട് വന്നിട്ടുള്ള ഈ ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം. നിങ്ങൾ ഷോർട്സ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്രിയേറ്റർ ആണെങ്കിൽ, വീഡിയോസ് ചെയ്യുന്ന മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടെങ്കിലും ആയിട്ടില്ലെങ്കിലും വളരെയധികം നിരാശ നൽകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. കാരണം യൂട്യൂബിൽ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് വീഡിയോസ് ചെയ്യുന്നവരുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ മോണിറ്റൈസേഷൻ ആകും, അവർക്കൊക്കെ 8000 വാച്ച് ടൈം തന്നു. അതൊക്കെ ഞാൻ നെഗറ്റീവായിട്ടല്ല കാണുന്നത്, പോസിറ്റീവായിട്ട് നമുക്ക് കാണാം. പക്ഷേ ഈ ഒരു കാര്യം വളരെ മോശമായി പോയി എന്ന് പറയാം. ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഷോർട്സ് ചെയ്യുന്നവർക്ക് വളരെ എന്താ പറയുക, ചാനൽ നിർത്തിപ്പോവാൻ പോലും തോന്നുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്കിത് തോന്നിയത്. അതായത് ഞാൻ ഈ ഒരു യൂട്യൂബിൻ്റെ കരിയറിൽ കണ്ട ഏറ്റവും മോശപ്പെട്ട ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഇപ്പോൾ 8000 വാച്ച് ടൈം വന്നു, അത് നല്ലതാണെന്ന് പറയാം, അല്ലെങ്കിൽ മോശമാണെന്ന് പറയാം. പക്ഷെ അതിനൊക്കെ രണ്ട് അഭിപ്രായം, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് നേടാൻ പറ്റും. പക്ഷെ ഇനി മുതൽ ഷോർട്സിൽ നമുക്ക് റവന്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ 10 മില്യൺ ഷോർട്സ് വ്യൂസ് എല്ലാ മാസവും, എല്ലാ 3 മാസത്തിലും നമ്മൾ കീപ്പ് ചെയ്ത് പോകണം. അത് നമ്മളെ കൊണ്ട് പറ്റുമോ? ഒരു സാധാരണ യൂട്യൂബിൽ വരുമാനം നേടണം എന്ന് ആഗ്രഹിച്ച് വന്നൊരു ക്രിയേറ്റർക്ക് എല്ലായ്പ്പോഴും 10 മില്യൺ ഷോർട്സ് വ്യൂസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ? എന്നാൽ യൂട്യൂബിൻ്റെ പുതിയൊരു റൂള് വന്നിരിക്കുകയാണ്. ഇനി മുതൽ നിങ്ങൾക്ക് ഷോർട്സ് മോണിറ്റൈസേഷൻ ആവണം എന്നുണ്ടെങ്കിൽ 20 മില്യൺ ഷോർട്സ് വ്യൂസ് വേണം. ഓക്കെ, നമുക്കത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പം സാധാരണഗതിയിൽ എങ്ങനെയാണ്, നമുക്ക് മോണിറ്റൈസേഷൻ ഇപ്പോൾ 10 മില്യൺ ആയി കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ കിട്ടും. പിന്നെ നമുക്ക് വരുന്ന വീഡിയോക്ക് വ്യൂസിനനുസരിച്ച് വരുമാനം കിട്ടുകയല്ലേ ഷോർട്സിൽ. എന്നാൽ ഇനി മുതൽ ഫെബ്രുവരി 1 മുതൽ അങ്ങനെയല്ല. പകരം ഇനി 10 മില്യൺ ഷോർട്സ് വ്യൂസ് എല്ലാ 90 ദിവസവും നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഷോർട്സിലൂടെ റവന്യൂ കിട്ടുള്ളൂ. എന്നോട് കുറേ പേര് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് സത്യമാണോ, യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് ഇത്രയും മോശം ഒരു അപ്ഡേറ്റ് വരുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്ലാരിറ്റി വരുത്തിയിട്ട് വീഡിയോസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമൻ്റായിട്ടൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ വസ്തുത, ഇത് സത്യമാണോ എന്നുള്ളത്? 100% സത്യമാണ്. വളരെ മോശമായിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഫെബ്രുവരി 1 ശേഷം നിങ്ങൾക്ക് ഷോർട്സിലൂടെ വരുമാനം നേടണം എന്നുണ്ടെങ്കിൽ പിറകിലേക്ക് 90 ദിവസത്തിൽ 10 മില്യൺ വ്യൂസ് വേണം. ഇതുവരെ അത് മോണിറ്റൈസേഷൻ ആവാൻ മാത്രമല്ലേ വേണ്ടിയിരുന്നുള്ളൂ. ഇനി അങ്ങനെയല്ല. നിങ്ങൾക്ക് ഷോർട്സിലൂടെ റവന്യൂ നേടണം എന്നുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും ഇന്ന് നിങ്ങൾക്ക് റവന്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ പിറകിലേക്ക് 90 ദിവസം. അപ്പൊ ഫെബ്രുവരി 1 മുതൽ ഇതാണ് അവസ്ഥ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഷോർട്സിന് നിങ്ങൾക്ക് 10 മില്യൺ എല്ലായ്പ്പോഴും കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുമോ 90 ദിവസത്തിൽ? അതൊരു മോണിറ്റൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ക്രൈറ്റീരിയ ആണെങ്കിൽ നമുക്ക് നേടിയെടുക്കാം. മോണിറ്റൈസേഷൻ കിട്ടിയ ശേഷം ഇതിങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ആർക്കാണ് പറ്റുക? വളരെ കുറച്ച് പേർക്കേ പറ്റുള്ളൂ. സാധാരണ ഓഡിയൻസിന് ഇത് വളരെ നെഗറ്റീവായിട്ട്, സാധാരണ ക്രിയേറ്റേഴ്സിന് ഷോർട്സ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അവർക്ക് മില്യൺസ് വരുന്നുമുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ അവർ 8 മില്യണേ കിട്ടിയുള്ളൂ എങ്കിലോ അവരുടെ ഷോർട്സിലൂടെയുള്ള റവന്യൂ അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. ഇതിനൊക്കെ എന്താണ് നമുക്ക് വിളിക്കാൻ പറ്റുക? വളരെ മോശം അപ്ഡേറ്റ്, അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ കൊടും ചതി, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് നമുക്ക് പറയാം. കാരണം 8000 വാച്ച് ടൈം അവർ ക്രൈറ്റീരിയ വെച്ചു. അപ്പൊ 4000 ലഭിക്കുന്ന ഒരാൾക്ക് 8000 കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ കണ്ടന്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ ഒരു ക്രൈറ്റീരിയ ആണെന്ന് പറയാം. 20 മില്യൺ ഷോർട്സ് വ്യൂസ് അവർ വെച്ചിട്ടുണ്ട് ഓൾറെഡി. അതും നമുക്കൊരു സമ്മതിച്ചു കൊടുക്കാം. 20 മില്യൺ അല്ലേ, നമുക്ക് ലാസ്റ്റ് 90 ദിവസത്തിൽ ഞങ്ങളത് നേടിയെടുത്ത് മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാം. പക്ഷെ അത് ആക്കിയെടുത്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഷോർട്സിൽ ആഡ്സ് റവന്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ 10 മില്യൺ അത് എല്ലാ 3 മാസം അവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇന്നോ നാളെയോ, അല്ലെങ്കിൽ ഫെബ്രുവരി 1 ശേഷം ഒരു വീഡിയോക്ക് 10 മില്യൺ കിട്ടി, അപ്പൊ നിങ്ങൾ ഹാപ്പി, ആ മാസം നിങ്ങൾക്ക് വരുമാനം കിട്ടും. പക്ഷെ 90 ദിവസം കഴിഞ്ഞിട്ടും നിങ്ങളുടെ ചാനലിൽ അതുപോലെ 10 മില്യൺ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കണം. ആദ്യമൊക്കെ എങ്ങനെയെന്ന്, നമുക്ക് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സൗകര്യത്തിന് വീഡിയോ ഇട്ടാൽ മതിയായിരുന്നു. നമുക്ക് റവന്യൂ വേണം, വ്യൂസ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ടാൽ മതി. പക്ഷെ ഇനി അങ്ങനെ പോരാ. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ മോണിറ്റൈസേഷൻ ഇവിടെ പോവില്ല.
മോണിറ്റൈസേഷൻ അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഫെബ്രുവരി 1 ശേഷം നിങ്ങൾക്ക് 10 മില്യൺ കിട്ടുന്നില്ല 90 ദിവസത്തിൽ, അങ്ങനെയെങ്കിൽ ഷോർട്സിലൂടെ റവന്യൂ കിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ഒക്കെ അവിടെ ആക്റ്റീവ് ആയിട്ടുണ്ടായിരിക്കും. പിന്നെ എപ്പോഴാണോ നിങ്ങൾക്ക് വീണ്ടും ലാസ്റ്റ് 90 ഡേയ്സിൽ 10 മില്യൺ ആകുന്നത്, അപ്പോൾ നിങ്ങൾക്ക് വരുമാനം ഷോർട്സിലൂടെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ മോണിറ്റൈസേഷൻ ഇവിടെ കട്ടാകുന്നില്ല, മോണിറ്റൈസേഷൻ ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. നമുക്ക് ലോങ് വീഡിയോയിലൂടെ റവന്യൂ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ ഷോർട്സ് നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഷോർട്സ് ചെയ്യുന്നുണ്ടായിരിക്കും, കുറച്ച് സേഫ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും, വ്യൂസ് കൂടുന്നുണ്ടായിരിക്കും, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ 10 മില്യൺ 90 ദിവസത്തിൽ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ലേ? ആ ഷോർട്സിലൂടെയുള്ള റവന്യൂ അവിടെ വരുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ വീഡിയോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് ഏതാണ്? ഷോർട്സ് അല്ലേ? അപ്പൊ ഷോർട്സിൽ ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞു ഫെബ്രുവരി 1 മുതൽ, എന്തായിരിക്കും നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ ഷോർട്സ് വീഡിയോയിൽ നിന്നുള്ള റവന്യൂ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ വീഡിയോസുകൾ ചെയ്യേണ്ടി വരും. അപ്പൊ യൂട്യൂബ് ഇത് പറയുന്നത് ഭയങ്കര ടഫായിട്ടുള്ളൊരു കാര്യമാണ്, ഞങ്ങൾക്ക് വിഷമമുണ്ട്, പക്ഷെ എന്താ ചെയ്യുക, ഞങ്ങളിത് റൂൾ ഇങ്ങനെയാണ്, നിങ്ങളത് ഫോളോ ചെയ്തേ പറ്റൂ എന്നുള്ള ഒരൊറ്റ വാക്കിൽ യൂട്യൂബ് അത് നിർത്തുകയാണ്. എനിക്ക് തോന്നുന്നു യൂട്യൂബ് നമ്മളെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കാനുള്ളൊരു സംഭവമാണെന്ന്. നമ്മളിങ്ങനെ ക്രൈറ്റീരിയ വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ ഇപ്പൊ എന്താണ്, മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് വീഡിയോ ചെയ്യല്ലേ, അത് പോരാ, നിങ്ങൾ നന്നായിട്ട് പണിയെടുക്കണം എന്നുള്ളൊരു മൈൻഡ് യൂട്യൂബിനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് 10 മില്യൺ ഷോർട്സ് വ്യൂസ് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യും. അപ്പോൾ ഒരു പക്ഷേ നമ്മളൊരു അത്ര എത്താതെ നമ്മളിങ്ങനെ ഫെയിലായി പോകുന്നുണ്ടായിരിക്കും. പക്ഷെ യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം എന്താ, നമ്മൾ അത്രയും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് വ്യൂസ് കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പൊ നല്ല നല്ല കണ്ടന്റുകൾ കിട്ടുമായിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും, എന്ത് ക്രിയേറ്റേഴ്സിന്റെ നന്മ ഉദ്ദേശിച്ച് നിങ്ങൾ ഇനി എന്ത് ബോണസ്, നിങ്ങൾ എന്ത് അഫിലിയേറ്റഡ് ഇതിൽ കൂടുതൽ കമ്മീഷൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എനിക്കിത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് തോന്നിയത്. കാരണം സാധാരണ ക്രിയേറ്റേഴ്സ്, യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ക്രിയേറ്റേഴ്സിന് ഇത് ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയാ, ഒരു ക്രൈറ്റീരിയ ആണെന്ന് പറയാം. 20 മില്യൺ ഷോർട്സ് വ്യൂസ് നിങ്ങൾ വെച്ചോളൂ, അത് ഒരു തവണ നമുക്ക് നേടിയെടുക്കാം. പിന്നെ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ ഇതുവരെ നമുക്കൊരു ഫ്രീ ആണ്, പിന്നെ നമുക്ക് നമ്മുടെ സൗകര്യത്തിന് വീഡിയോ ചെയ്താൽ മതി. ഇതല്ല, ഷോർട്സ് എന്നുള്ള നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്ന ആ ഒരു ഷോർട്സിൽ നിന്നുള്ള വരുമാനം അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. 10 മില്യൺ എല്ലാ 90 ദിവസത്തിലും കീപ്പ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു അപ്ഡേറ്റ് കൊണ്ട്? എനിക്കത് ഏറ്റവും മോശമായിട്ടുള്ള, എൻ്റെ യൂട്യൂബ് കരിയറിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു അപ്ഡേറ്റ്. പലരും പറയുന്നുണ്ട് 8000 ആണ് ഏറ്റവും മോശമായിട്ടുള്ള അപ്ഡേറ്റ് എന്നുള്ളത്. എനിക്കത് അങ്ങനെ യാതൊരു അഭിപ്രായമില്ല. നിങ്ങൾക്ക് 4000 വെച്ചാൽ നിങ്ങൾ 8000 വെച്ചു, നോ പ്രോബ്ലം. ആ 8000 ആക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് യൂട്യൂബ് ചാനലിൽ മാറ്റാൻ പറ്റും. ഇപ്പം എനിക്ക് ഇത്രയും ചാനൽ ഞാൻ ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് 4000 അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 8000 അവരെ കൊണ്ട് ആക്കിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. പക്ഷേ ഈ ഒരു അതായത് ലാസ്റ്റ് 90 ഡേയ്സിൽ 10 മില്യൺ ഇങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളത്, അതൊരു സാധാരണ ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പലരും യൂട്യൂബിൽ ഇപ്പോൾ ഒരു എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ജോലിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഷോർട്സോ അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടോ, അല്ലെങ്കിൽ പേരിന് എന്തെങ്കിലും ഇടുക എന്നുള്ളത് ഒരു 6 മാസത്തിന്റെ ഗ്യാപ്പിലൊക്കെ ഇടുക എന്നുള്ളതൊക്കെ ചെയ്യാറുണ്ട് മോണിറ്റൈസേഷൻ കട്ടാവാതിരിക്കാൻ. അപ്പോഴും അവർ ഹാപ്പിയാണ്, കാരണം മോണിറ്റൈസേഷൻ അവിടെ ഉണ്ടല്ലോ. പക്ഷെ നിങ്ങൾക്ക് നോക്കുക, ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്ന ഈ ഒരു ഷോർട്സിന്റെ റവന്യൂ, അതോ പ്രീമിയം വഴി കാണുന്നതും അതിലൂടെ റവന്യൂ ഷെയർ, ആഡ്സിലൂടെയുള്ള റവന്യൂ ഷെയർ ഒക്കെ അങ്ങ് സ്റ്റോപ്പ് ആവുകയാണ്. പിന്നെ നമ്മൾ വീണ്ടും കഷ്ടപ്പെട്ടിട്ട് 10 മില്യൺ കൊണ്ടുവരണം. ഷോർട്സിന്റെ മോണിറ്റൈസേഷൻ അല്ല ഇവിടെ കട്ടാവുന്നത്. അത് നിങ്ങൾ യൂട്യൂബിന്റെ ഒരു തന്ത്രം അവിടെ നോക്കുക. നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടാവുന്നില്ല. മോണിറ്റൈസേഷൻ ഒക്കെ തന്ന് ചുമ്മാ എന്താ പറയാ, നമുക്ക് മോണിറ്റൈസേഷൻ അവിടെ എനേബിൾ ആയി കാണിക്കും. പക്ഷെ ഷോർട്സ് ചെയ്യുന്ന റവന്യൂ നമുക്ക് കിട്ടത്തില്ല. കാരണം എന്താ, 10 മില്യൺ നമുക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യുന്ന ഒരു ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതാണ് ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശമായിട്ടുള്ളൊരു അപ്ഡേറ്റ് എന്ന് പറയാം. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് 8000 വാച്ച് ടൈം 20 മില്യൺ ഷോർട്സ് വ്യൂസ് വന്നു കഴിഞ്ഞാൽ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാം. പക്ഷെ മോണിറ്റൈസേഷൻ ആക്കി എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഷോർട്സിലൂടെ വരുമാനം നേടണം എന്നുണ്ടെങ്കിൽ 10 മില്യൺ എല്ലാ മാസവും കൊണ്ട് വരണം. എല്ലാ മാസവും എന്ന് പറയുമ്പോൾ 90 ദിവസം, 3 മാസത്തിൽ 10 മില്യൺ ഷോർട്സ് വ്യൂസ് ഉണ്ടായേ പറ്റൂ. അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു ഷോർട്സിലൂടെ ഉള്ള റവന്യൂ അവിടെ സ്റ്റോപ്പ് ആവുന്നതാണ്. പിന്നെ നമ്മൾ എപ്പോഴാണോ, ഇവിടെ ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ അതാണ്, പിന്നെ എപ്പോഴാണ് നമുക്ക് ഇനി ഷോർട്സിൽ നിന്ന് വരുമാനം കിട്ടുക? എപ്പോഴാണോ ലാസ്റ്റ് 90 ഡേയ്സിൽ
നമ്മൾ 10 മില്യൺ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഷോർട്സിലൂടെയുള്ള റവന്യൂ കിട്ടുന്നതാണ്. അപ്പോൾ യൂട്യൂബ് ഇത് ഒഫീഷ്യലി നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മോശമായിട്ടുള്ളൊരു അപ്ഡേറ്റ് ഇത്. ശരിക്കും ഇത് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയാം ഇത് കാണുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സിന് വളരെയധികം നിരാശ ഉണ്ടായിരിക്കും. ഷോർട്സ് ചെയ്യുന്നവരാണ് കൂടുതൽ ആളുകൾ. അപ്പം ഇതിലൊരു ക്ലാരിറ്റി വേണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു നിജസ്ഥിതി. ഇനി ഫെബ്രുവരി 1 മുതൽ 90 ദിവസം പിറകിലേക്ക് നിങ്ങൾ 10 മില്യൺ ഷോർട്സ് വ്യൂസ് കൊണ്ടുവന്നാലേ ഇനി നിങ്ങൾക്ക് ഷോർട്സിലൂടെയുള്ള വരുമാനം കിട്ടും. ലോങ് വീഡിയോക്ക് അത് ബാധകമല്ല. ലോങ് വീഡിയോക്ക് നിങ്ങൾക്ക് അത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നൊന്നുമില്ല. 4000 അല്ലെങ്കിൽ 8000 വാച്ച് ടൈം ഇങ്ങനെ കൊണ്ടുപോകണം എന്നില്ല. 6 മാസത്തിലൊരിക്കൽ ഒരു വീഡിയോ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമൻ്റ് ആയിട്ട് പറയുക. അത് നിലനിർത്തി കൊണ്ടുപോവുക. യൂട്യൂബ് ഇങ്ങനെ ഒരു റൂള് കൊണ്ടുവരുമ്പോൾ നമുക്ക് അവരോട് ഫൈറ്റ് ചെയ്ത് ഞങ്ങളിത് അങ്ങനെ മാറ്റണം ഇങ്ങനെ മാറ്റണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെയാണ്, ക്രിയേറ്റേഴ്സിന് അത് യൂസ്ഫുൾ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ മേ ബി യൂട്യൂബ് പിൻവലിച്ചേക്കാം 2027 അതിനുശേഷം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോവാം. യൂട്യൂബ് ഇത് ക്രിയേറ്റേഴ്സിന് ഹെൽപ്പ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരാമല്ലോ. കാരണം 500 സബ് 3000 വാച്ച് ടൈമിൽ 3 മില്യൺ ഷോർട്സ് വ്യൂസ് ഒക്കെ കൊണ്ടുവന്ന പോലെ ഇനിയും യൂട്യൂബ് ഒരു പക്ഷേ ചേഞ്ച് കൊണ്ടുവരാം. അപ്പോൾ ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് നമുക്ക് ഇരിക്കാം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.